കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൽത്തുറങ്കിൽ അടച്ചതോടെ എളുപ്പത്തിൽ ആം ആദ്മി സർക്കാരിനെ താഴെ ഇറക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു ബി.ജെ.പി. മുഖ്യമന്ത്രി അറസ്റ്റിലായ സംസ്ഥാനത്ത് ആദ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക, പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലേക്ക് മാറ്റുക എന്ന തന്ത്രത്തിലാണ് ബി.ജെ.പി. ലക്ഷ്യമിട്ടത്. എന്നാൽ കെജ്രിവാൾ അറസ്റ്റിലായി മാസം പലത് പിന്നിട്ടിട്ടും ഡൽഹി സർക്കാരിനെ ഒന്ന് അനക്കാൻ പോലും ബി.ജെ.പിക്ക് സാധിക്കുന്നില്ല. കെജ്രിവാൾ അറസ്റ്റിലാണെങ്കിലും ഡൽഹി സർക്കാരിനെ മുന്നിൽ നിന്ന് നയിച്ച അതിഷിയാണ് നിലവിൽ ആം ആദ്മിയുടെ നേതാവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജാമ്യം നേടി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പുറത്തു വന്നെങ്കിലും ഇന്നും കടിഞ്ഞാൺ അതിഷിയുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. ഇന്നും ശത്രുപക്ഷത്ത് തന്നെയാണ് അതിഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദ്രവിക്കാനാവുന്നതിൻ്റെ അപ്പുറം ഉപദ്രവിച്ചുകൊണ്ടാണ് ബി.ജെ.പി. കലിപ്പ് തീർക്കുന്നത്. ഏറ്റവും ഒടുവിലായി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പതാക ഉയർത്തുന്നതിൽ നിന്നും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ അതിഷിയെ വിലക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചാണ് അതിഷിയുടെ വഴി ബി.ജെ.പി. ഇപ്പോൾ മുടക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി അതിഷിക്ക് പകരം ഡൽഹി ആഭ്യന്തരമന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് പതാക ഉയർത്തട്ടെ എന്ന നിലപാടിലാണ് ലഫ്റ്റനന്റ് ഗവർണർ വി.കെ. സക്സേന നിൽക്കുന്നത്. താൻ ജയിലിലായ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അതിഷി തന്റെ ചുമതലകൾ നിർവഹിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ സക്സേനക്ക് കത്ത് നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും വകുപ്പുകളും അതിഷിയിൽ എത്തിയിരുന്നു. എന്നാൽ അങ്ങനെ അതിഷി ഷൈൻ ചെയ്യേണ്ട എന്ന നിലപാട് തന്നെയാണ് സക്സേനക്കുള്ളത്. സക്സേന വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. കെജ്രിവാളിന്റെ നിർദ്ദേശം അസാധുവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സക്സേന അതിഷിയെ അവഗണിക്കുന്നത്. സ്വാതന്ത്ര്യ പരേഡും പതാക ഉയർത്തലും ഡൽഹി പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പിനെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നതിലാണ് ഗെഹ്ലോട്ടിനെ നിർദ്ദേശിച്ചത് എന്നതാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. അതേസമയം കേന്ദ്രഭരണ പ്രദേശമാണെങ്കിലും ജനപ്രതിനിധിക്ക് തന്നെയാണ് മുൻതൂക്കമെന്നും കാണാൻ സാധിക്കും. ചട്ടം അതാണെന്നിരിക്കെ ഇതിനെ അട്ടിമറിക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത്. ഡൽഹി സർക്കാരിനെ താഴെയിറക്കാനുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ കളികൾക്ക് തടയിട്ട് നിന്ന നേതാവാണ് അതിഷി. ആം ആദ്മിയുടെ ആരംഭ സമയത്ത് അതിഷി പാർട്ടിയുടെ ഭാഗമായിരുന്നു. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു അതിഷി. രൂപീകരണ ഘട്ടത്തിൽ പാർട്ടിയുടെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അതിഷി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തെയാണ് അതിഷി പ്രതിനിധീകരിക്കുന്നത്. നിലവിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന പ്രധാന ആം ആദ്മി നേതാക്കളിൽ ഒരാളാണ് അതിഷി. ക്യാബിനറ്റ് പുനഃസംഘടനയ്ക്ക് ശേഷം 2021 മാർച്ച് 9 അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഡൽഹി ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രിയും ഏറ്റവും കൂടുതൽ വകുപ്പുകൾ വഹിക്കുന്നതും അതിഷിയാണ്. ധനവകുപ്പിന് പുറമെ ജലം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുതി, റവന്യൂ, നിയമം, ആസൂത്രണം, സേവനങ്ങൾ, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി, വിജിലൻസ് എന്നീ വകുപ്പുകളുടെ ചുമതലയും വഹിക്കുന്ന നേതാവാണ് അതിഷി എന്നത് ബി.ജെ.പി. മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്.